വന്നിരിക്കുവായിരുന്നു. ഞാൻ ഗൈസ് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ ഇപ്പൊ കോട്ടയത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഗൈസ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ മൊത്തവും സ്വത്തുമായിട്ട് വൻ അടിയും വഴക്കുമായിരുന്നു. ഇന്നലെ ആണെങ്കിൽ സ്വത്തിന് ദുബായി പോകേണ്ട ദിവസമായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റും വിസ എല്ലാം വന്നിരിക്കുവായിരുന്നു. പക്ഷെ ആ ഫ്ലൈറ്റ് ഒക്കെ മിസ്സായി. വേറെ ഒന്നല്ല, സ്വത്തിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിരിക്കുവായിരുന്നു. ഞാൻ ഗൈസ് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ ഇപ്പൊ കോട്ടയത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ് ഇതാണ് നമ്മുടെ ചങ്കുറു അഖിൽ ബ്രോ. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞോണ്ട് റണ്ണവേ ആയിരുന്നു. ബ്രോ കൺഗ്രാറ്റ്സ് ബ്രോ. അപ്പൊ ഗൈസ് കഴിഞ്ഞ വീഡിയോ കാണാൻ അതിന്റെ മുമ്പത്തെ ആണെന്ന് അറിയത്തില്ല. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു സ്വത്ത് ഗ്രാനായാണെന്ന്. യെസ് ഗൈസ്, അവള് ഗ്രാനായാണ് കേട്ടാ. എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ അവരുടെ കല്യാണം ഉണ്ടല്ലോ ചന്തം ചേർത്ത്, അത് അടിപൊളിയാന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഗ്രാനായ കല്യാണം ഇതിനായിട്ട് ഞാൻ കൂടിയിട്ടില്ല. എന്റെ കൂടെ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗൈസ് നമ്മുടെ സ്വത്തിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ നടുവുണ്ടല്ലോ, അപ്പൊ അവളുടെ നടുവ് അങ്ങ് വെട്ടിക്കൈ എടറി എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ സീൻ. എന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു, അനങ്ങാനൊന്നും വേല. ഞാൻ ഫോൺ വിളിച്ചപ്പോ മൂഡ് സ്വിംഗ് ഒക്കെ എന്നിട്ട് എന്നെ ചീത്തയൊക്കെ വിളിക്കുന്നത്. ചീത്തല്ല, എന്നോട് ഇങ്ങനെ ചുമ്മാ ദേഷ്യം വരുന്നത് അവക്ക്. അവള് പിന്നെ എന്നെ പോലെ അല്ല ഗൈസ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടാ. അതുകൊണ്ട് തന്നെ എന്നോട് അത് കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് പറഞ്ഞാ എനിക്ക് വേദന എടുത്ത് മൂഡ് സ്വിംഗ് ഇരിക്കുവാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പാവം വെച്ചെന്ന്. എനിക്കാണെങ്കിൽ സങ്കടം തോന്നി ഗൈസ്. അങ്ങനെ നമ്മുടെ സ്വത്ത് നടുവേദനയാണെന്ന് പറഞ്ഞ എന്തിന്, നിന്റെ നടുവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇഞ്ചക്ഷൻ ചെയ്തിട്ടിരിക്കുക ശരിക്കും. പിന്നെ ഉണ്ടോ അതിന്റെ പെയിൻ കില്ലർ എഫക്ട് തീരുമ്പോ ഞാനിങ്ങനെ അയ്യോ നടുവേനാണ് ചത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഞാൻ ഷോപ്പിങ്ങിന് നിൽക്കുവാന്ന്. എടാ ഞാൻ ഇച്ചിരി വെയിലത്തൊന്ന് മാറിയിരിക്കാം. എന്ത് സംഭവിച്ചറിയോടാ, ഇന്നലെ രാത്രിയില് മിനിഞ്ഞാന്ന് രാത്രിയില് ഞാൻ സ്വപ്നം കണ്ടിട്ട് ഞാൻ ചാടി ഇങ്ങനെ ഞെട്ടി എണീറ്റ് ഗൈസ്. ഒരു 3 മണിക്ക് ഒറ്റ വെട്ടല്. അത് കഴിഞ്ഞ് 5 മണി വരെ അമ്മ ഇങ്ങനെ ചൂട് വെച്ചാന്ന് നടക്കള്ള. പിന്നെ നേരെ കിംസിലോട്ട് പോയിട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ട്രിപ്പൊക്കെ ഇട്ടിട്ട് കിടക്കുവായിരുന്നു. ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ രാവിലെ ഇത് കഴിച്ചിട്ടുണ്ട്, ആന്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ എഫക്ട് തീരുമ്പോ ഇപ്പൊ പോകും ഞാൻ. അപ്പൊ ഞാൻ വേഗം ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്. എന്തായി പോക്ക് നടക്കുവോ? പോക്ക് ഞാനിപ്പോ ക്യാൻസൽ ചെയ്ത് ഞാൻ 2 ദിവസത്തേക്ക് എക്സ്ട്രാ നീട്ടി. കാരണം കുറച്ച് കഴിഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ലടാ. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ബാത്റൂമിലൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെക്കൻ ഓക്കെയാണ് ഇപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെ ഇങ്ങനെയൊന്നും വളയാനും പറ്റില്ല. നേരെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നടക്കാം. നേരെ നിവർന്ന് കിടക്കാൻ പറ്റത്തില്ല, ചെരിഞ്ഞെടുക്കാൻ. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. പിന്നെ പില്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. എന്തായാലും വലിയ സീനൊന്നും ഇല്ല. നിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? നടുവേനെ വലിയ സീനില്ല. അന്ന് നമുക്ക് ഡൗട്ടനെ കാണാൻ പോയാലോ? കുറെ നാളായില്ലേ അതേ കണ്ടൊക്കെ പഠിച്ചെന്ന് പറയുമ്പോ നമുക്ക് നോക്കാം. നമ്മളെ മറന്നുപോയാ ഇല്ലെന്നൊക്കെ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. മറന്നൊന്നും പോകത്തില്ലേ, എന്നെ കാണുമ്പോ ഓടി വരുമായിരിക്കും. ഞാനിങ്ങനെ പാത്തിരുന്ന് വിളിക്കാം. നമുക്ക് നോക്കാം. അവന് പാത്തിരുന്നിട്ട് നമുക്ക് അവന്റെ പേര് വിളിച്ചു നോക്കാം. അവൻ വരുമോ നോക്കാം. മമ്മിക്കുള്ള എനിക്കെന്ത് വാങ്ങി? ഓ സ്നേഹമുള്ള മമ്മിക്കുള്ള എനിക്കൊന്നും വേണ്ട. ഞാൻ ചുമ്മാ ചോദിച്ചാ. പിന്നെ കൊറേ ഈസി സാധനം ലവ്. കഴിഞ്ഞ വ്ലോഗ് ഇട്ടപ്പോ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സഞ്ജുന്റെ നെറ്റിയിലേക്ക് എന്തൊക്കെ ടാറ്റു അടിക്കാനൊക്കെ പറയുന്നുണ്ട്. ഗൈസ് ഇവൻ അടിക്കൂല. അയ്യേ കണ്ട നെറ്റിക്ക് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീയാണ് സുത്തു. നീ Hey guys, we got a subscriber here. മുത്ത പേരെന്തുവാ? അലോന. എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു പഠിക്കുന്നു. ഗൈസ് ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, തുണിക്കടെ പാത്തിരിക്കുവായിരുന്നു. ഓക്കെ എന്തായാലും കണ്ടതിൽ സന്തോഷം കേട്ടോ. ഓക്കെ ഗൈസ് നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടാ. നാളോട്ട് എനിക്കൊണ്ട് കൂട്ടിൽ എവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അവന് ഒരു ഐഡിയ കാണത്തില്ല. അവൻ എനിക്ക് തോന്നുന്നു അവൻ വിചാരിക്കണേ ആർക്കോ ഞങ്ങൾ പട്ടിനെ കൊടുത്തിട്ട് അവനെ കൊടുത്തിട്ട് ഞങ്ങൾ പോയെന്നും പറഞ്ഞാൽ കണ്ടിരിക്കുമായിരിക്കും. ഇനി കണ്ടു കഴിയുമ്പോൾ കൂടി വരുമായിരിക്കും. നോക്കാം. സഞ്ജു ഗേറ്റ് ഒക്കെ അടച്ച് റെഡി ആയിട്ട് നിൽക്കുക. എന്റെ ഉച്ച കേട്ടിട്ട് എനിക്ക് വേണം അവന് മനസ്സിലായെന്ന് തോന്നുന്നു. അവിടെ കിടന്ന് കുരക്കുന്നുണ്ട് നമ്മുടെ ചെറുക്കൻ. ചേട്ടനെ അവനൊന്ന് അഴിച്ചു വിട്ടേക്കണേ. എവിടെ നീ? ഓഹോ വേണ്ട,
വേറൊരു പൊട്ടിക്ക് നറുട്ടോ എടി പിന്നെ ഇത്തിരി വലുതായല്ലേ ഓ മോളി ഗൈസ് ഇവൻ ഭയങ്കരമായിട്ട് ഇത്തിരി കൂടെ പൊക്കോ മണ്ണോ ഒക്കെ വെച്ചെന്ന് തോന്നുന്നു കേട്ടാ നറുട്ടോ നോക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേർക്ക് അവിടെ നോക്കുന്നത് അങ്ങോട്ട് നോക്കണ മിസ് ചെയ്യാ ഞങ്ങളെ മിസ് ചെയ്യാ നീ മിസ് ചെയ്യാ പോയി No, sit. Come. No. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മാറ്റൊന്നും കേൾക്കത്തില്ലെന്ന് തോന്നുന്നു എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങള് കഴിച്ച് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ദിവസമായില്ല കണ്ടിട്ട് അതാണ് അറിയത്തില്ല ചെറുക്ക് നല്ല സൈസായി കേട്ടാ ഓ വിഷയം വേറട്ടോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ കഴിപ്പിച്ചത് മടുപ്പാണ് എന്നാലും ആ വീട്ടിലവന് തോന്നുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ പറഞ്ഞതാണ് ഞാൻ മാറി കൊടുത്തോണ്ടിരിക്കുക രാവിലെ ചപ്പാത്തി ആക്കി മുട്ട ഒഴുകിയതാക്കി ചോറ് പുള്ളിക്ക് താല്പര്യമില്ല ആ ചോറൊന്നും അവന് ഇഷ്ടമല്ല അങ്ങനെ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് Yes, good boy. Good boy. Guys, ഞാൻ ആരോട്ടോ ഇരുന്ന് ഓ മോളിയേ അത് കഴിഞ്ഞ് എന്തുണ്ടെന്ന് പറയാ ഇനി ഇരിക്കണേ കിടക്കണം എങ്ങനെ അങ്ങനെയല്ല സിറ്റ് സിറ്റിന് കൊടുക്കരുത് കമാൻഡ് ചെയ്തിട്ട് എടാ തെണ്ടി നറുട്ടോ ഞാൻ പറഞ്ഞിട്ട് എന്താ കേക്കാത്തത് നീ കേക്കുന്നില്ല ഗൈസ് അതെ ബിസ്ക്കറ്റ് എടാ നറുട്ടോ ഇങ്ങോട്ട് വന്നോ നറുട്ടോ ഗുഡ് ബോയ് ആ കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോ നറുട്ടോ നറുട്ടോ റോൾ നല്ല കടിയായിരുന്നു അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു ഇടിച്ചേർക്ക് ശരി സൈസായി കേട്ടോ പെട്ടെന്ന് പൊളിയേ നീ പറഞ്ഞപ്പോ അടിപൊളിയായിട്ട് ഇന്ന് കേട്ടാ ഓ പൊളി പിന്നെ റോളോ കോപ്പി അത് ഇത്തിരി ചെറിയ വട്ടിയൊക്കെ ചെയ്തോളായിരിക്കും അല്ലേ ഇവന് വല്ല വേറെ എന്തെങ്കിലും കുറുമ്പാ സീന വല്ലതും ഉണ്ട് ഇപ്പൊ നല്ല കടിച്ചു പറിക്കേ കടി ഉണ്ടായിരുന്നു എന്നാ മുഖത്ത് ഈ ഭാഗത്തോട്ട് നമ്മളെ കൈ കൊണ്ടിലും കിടക്കണം അടിക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ അത് മാറി ഇപ്പൊ ഒത്തിരി മാറി ഇപ്പൊ ഇതുണ്ടല്ലോ ഇപ്പൊ അടിക്കാൻ വേണ്ടൊന്നും വേണ്ട എന്നാലും ഏടാ കടിക്കുവോ എന്നെ നീ ഇല്ല ചേട്ടാ ഇപ്പൊ വലിയ കുഴപ്പമില്ല സ്വത്തിന് ഇഷ്ടപ്പെടുന്നു ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നത് പറ്റി ഡൗൺ ഒക്കെ എന്റെ മോളെ സ്വന്തം ഓ പൊളിയേ ഗായ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഏകദേശം ഇത്തിരി വലിയ അച്ചീവ്മെന്റ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നറുട്ടോ സിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടുമായിരുന്നു പിന്നെ അവൻ താഴത്ത് ഇങ്ങനെ കിടക്കത്തൊന്നുമില്ല അത് അവൻ്റെയൊക്കെ തലയെ പിടിച്ച് നമ്മളിങ്ങനെ ചെയ്യണമായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ല അടിപൊളിയായിട്ട് ചെയ്ത് ഇപ്പൊ എത്ര ദിവസമായിരുന്നു 10 ദിവസം കണ്ട് ആകുന്നേ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നത് എന്നാലും ചെറുക്കന് നല്ല ചേഞ്ച് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ മോളി എന്നാലും കൊള്ളാം കേട്ടോ ഡൗൺ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു No.
അതൊക്കെ ഞാൻ തിന്നു. ഇരിക്കുന്നുണ്ട്. മോനെ നറുട്ടോ നോക്കടാ. ഇങ്ങനെ കൊണ്ടുവന്നു. ഒരു 2-3 മാസം മുമ്പായിരുന്നു എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പമായിരുന്നു. നല്ല സൈസായില്ലേ. എൻ്റെ കയ്യിൽ ഇല്ലടാ ബിസ്ക്കറ്റ്. ഇവിടെ ഇവിടെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നരുട്ടോ 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 സിറ്റ് സിറ്റ് ഡൗൺ. അടുത്തോട്ടാ കൈ അല്ല കൈ ബിസ്ക്കറ്റ് വലിച്ചോട്ടല്ലേ ഇരുന്നേ. പിന്നെ വലിക്കാതെ തന്നെ നടക്കുന്നു. എന്തോ ഒരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞുണ്ട്. എന്തോ ഹീൽ വാക്ക ഹീൽ വാക്കേ. അത് തന്നെ എന്റെ ഫ്രണ്ടിൽ കയറി നടക്കാത്തണ്ട പട്ടി അവരുടെ ഒപ്പം നടക്കുന്നു. ഇത് നമ്മുടെ റൂട്ട് അല്ലെന്ന് തോന്നുന്നു. ആണ് കേട്ടോ നമ്മുടെ റൂട്ട്. അനുസരണയൊക്കെ പഠിച്ചു കേട്ടോ ചെറുക്കൻ. ഗുഡ് ബോയ്. ഞങ്ങളെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ്. അപ്പുറം പിടിക്കുന്ന അതങ്ങാണ്ട് പഠിച്ചക്കച്ച്. ബിസ്ക്കറ്റ് പിടി. കിടക്കോ. ബായിക്ക് പോകുന്ന ഒന്നുകൂടി ഞാൻ പറയാം. കേക്കണം, ഞാൻ പറയുന്ന കേക്കണം കേട്ടോ. നീ ഒറ്റ പ്രാവശ്യം കമാൻഡ് കേട്ടോ. എപ്പോഴും ഞാൻ നമ്മൾ കമാൻഡ് പറയുമ്പോഴേ നമ്മൾ അനങ്ങരുത്. നമ്മൾ അനങ്ങുമ്പോഴത്തേക്കും അതിന് എഴുന്നേറ്റ് വരാനും എഴുതി വരും. നമ്മൾ നിൽക്കേണ്ടത് തന്നെ നിൽക്കുക. നിങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഡോവിനെ കൊണ്ടുവരിക. നമ്മൾ അനങ്ങരുത്. അപ്പോൾ ഹസ്കി എന്ന് പറഞ്ഞാൽ ഹസ്കി ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുക, പഠിപ്പിക്കാൻ ഇച്ചിരി നല്ല പാടുണ്ട്. പക്ഷേ എങ്കിൽ ഇവർക്ക് എപ്പോഴും നമ്മളെ സംശയമാണ്. നമ്മൾ എന്തുമാത്രം സ്നേഹം കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാലും അവരുടെ അങ്ങോട്ടൊരു വിശ്വാസം വരത്തില്ല. ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് എൻ്റെ എനിക്ക് ഒരുമാതിരി ഓക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. മറ്റേ നമ്മൾ അവിടെ ഇവിടെ അപ്പോൾ നമ്മൾ കിടന്ന് ഡൗണൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വരുമല്ലേ, എഴുന്നേറ്റ് വരുന്നത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പതിയെ പതിയെ ഇച്ചിരി കഴിയുമ്പോഴത് ഓക്കെ ആവും. ഗുഡ് ബോയ് ആണോ നീ? ഗുഡ് ബോയ് ആണോ നീയാണോ എന്റെ ശുണ്ടടൻ? ശുണ്ടടനാണോ നീ എന്റെ? കേട്ടോ. അപ്പൊ അതെ ഞങ്ങള് പോവാണ്. ഇനി വരുമ്പോ നിന്നെ വിളിച്ചോണ്ട് പോവാൻ കേട്ടാ. നോക്കടാ, നിന്നോട് പറയാൻ കേട്ടില്ലേ? കേട്ടല്ലോ.
അപ്പൊ അത് ഇന്ന് വരുമ്പോ നിന്നെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം കേട്ടല്ലോ. മര്യാദക്ക് അനുസരണായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടല്ലോ. കേട്ട് ഗൈസ്. അപ്പൊ നമ്മളുടെ നാറുട്ടോനെ കണ്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. ചെറുക്ക് ഞാൻ വിചാരിച്ച പോലെ നല്ല സൈസായി. പിന്നെ ഇപ്പൊ കുറെ സാധനമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മര്യാദക്ക് ഇരിക്കണം, ഇങ്ങനെ അനങ്ങിയൊക്കെ അല്ല ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. നേരത്തെ ഭയങ്കര ഹൈപ്പറായിരുന്നു, അവൻ ഇപ്പൊ ഇത്തിരി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഡിസിപ്ലിനൊക്കെ കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വന്നോണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര എന്നാലും ഇത്തിരി ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ചെറുക്കിന് എന്തായാലും കേട്ടോ. ബൈ ബൈ, പോയിട്ട് വരാം. തുടങ്ങിയപ്പോ തന്നെ അറ്റാക്ക് ആയിരുന്നു ഫിഷിനെ. അത് നൈസ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. ഇതേ ഫുഡൊക്കെ കഴിച്ച് ഇത്ര ആക്കിയിട്ടുണ്ട് നമ്മള്. ബൈ ബൈ.